ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്, പുതിയൊരു ഏരിയയാണ് പ്രൊമിനന്റ് തിങ്കേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ്സ് എന്നുള്ള ഒരു മേഖല. സൈക്കോളജി നമുക്ക് പെഡഗോഗി സൈക്കോളജി മേഖലയിലൊക്കെ അല്ലെങ്കിൽ ലേണിംഗ് തിയറീസ്, അതുപോലെ തന്നെ അഡോളസെന്റ് സൈക്കോളജി, പെഡഗോഗി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മേഖലയിലെല്ലാം ഉപയുക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് പ്രൊമിനന്റ് തിങ്കേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഇതിൽ ഈ പ്രൊമിനന്റ് തിങ്കേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമുക്കൊരു 10 പേരെയാണ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ആരൊക്കെയാണ് ഈ 10 പേരെന്ന് പറയുന്നത്? E.L. തോണ്ടയ്ക്ക് 1874 മുതൽ 1949 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് 1840 1936. B.F. സ്കിന്നർ 1904 1990. ജെറോം എസ് ബ്രൂണർ 1915 2016. ജീൻ പിയാഷെ 1896 1980. ദെൻ ലൈവ് വൈഗോട്സ്കി 1896 1934. ദെൻ ജോൺ ഡ്യൂയി 1859 1952. നോം ചോംസ്കി 1928 സ്റ്റിൽ. റോബർട്ട് എം ഗാഗ്നെ 1916 2002. എറിക് എറിക്സൺ 1902 1994. ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ കോൺട്രിബ്യൂഷൻ ചൈൽഡ് ലേണിംഗ് തിയറീസും അല്ലെങ്കിൽ അഡോളസെന്റ് സൈക്കോളജിയിലും മറ്റുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ ഉടനീളം നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇവ പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യമേ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമുക്ക് E.L. തോണ്ടയ്ക്ക് 1874 1949 E.L. തോണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പോയിന്റ്സുകൾ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. E.L. തോണ്ടയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തിനാണ്? കമ്പാരിറ്റീവ് സൈക്കോളജിക്കാണ്. കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽ സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി ഇവ തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡി ആയിരുന്നു ആര് നടത്തിയിട്ടുണ്ടായിരുന്നത്? E.L. തോണ്ടയ്ക്ക്. ലേണിംഗ് പഠനവും ലേണിംഗ് തിയറീസും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? E.L. തോണ്ടയ്ക്ക്. He was the pioneer of learning theory called connectionism. Connectionism എന്നുള്ള തിയറിയുടെ ഒരു തുടക്കക്കാരനാണ് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? E.L. തോണ്ടയ്ക്ക് എന്ന് പറയുന്നത്. കണക്ഷനിസം തിയറി അല്ലെ, കണക്ഷനിസം എന്നുള്ള ലേണിംഗ് തിയറിയുടെ ഒരു പൈനിയർ വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? പിന്നെ E.L. തോണ്ടയ്ക്ക് എന്ന് പറയുന്നത്. He had a powerful impact on reinforcement theory and behavior analysis. ബിഹേവിയർ അനാലിസിസിലും റീഇൻഫോഴ്സ്മെന്റ് തിയറിയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വളരെ പ്രാധാന്യമുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഏതിൽ? റീഇൻഫോഴ്സ്മെന്റ് തിയറിയിലും ബിഹേവിയർ അനാലിസിസിലും. ബിഹേവിയർ അനാലിസിസിലും റീഇൻഫോഴ്സ്മെന്റ് തിയറിയിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? പിന്നെ ഈ ഒരു പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് തിയറി ആണെങ്കിലും ബിഹേവിയർ അനാലിസിസ് ആണെങ്കിലും ഒക്കെ അത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ആരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? E.L. തോണ്ടയ്ക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഓക്കെ, അടുത്തായിട്ട് എന്താ പറയുന്നത്? ഇൻ ഹിസ് ഒപ്പീനിയൻ ലേണിംഗ് ഈസ് ദ ഔട്ട്കം ആസ് എ റെസ്പോൺസ് ടു സർട്ടൻ സ്റ്റിമുലസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്? ലേണിംഗ് ഈസ് എ ഔട്ട്കം ആസ് എ റെസ്പോൺസ് ടു സർട്ടൻ സ്റ്റിമുലസ്. ചില സ്റ്റിമുലസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളുടെ ഔട്ട്കം ആണ് ഏതെന്ന് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് ഈസ് ദ ഔട്ട്കം ആസ് എ റെസ്പോൺസ് ടു സർട്ടൻ സ്റ്റിമുലസ്. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ബൈ വേ ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ റിവാർഡ്സ് കൊണ്ടും പണിഷ്മെന്റ് കൊണ്ടും ശക്തിപ്പെടുത്താൻ കഴിയും ഏതിനെ? സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻസിനെ. റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ക്യാൻ ബി സ്ട്രെങ്തൻഡ് ബൈ വേ ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. റിവാർഡ്സിനാലും പണിഷ്മെന്റിനാലും എന്ത് ചെയ്യാൻ കഴിയും? സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ വളരെ ശക്തിപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇഫ് ദ എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് റെസ്പോൺസ് ഇസ് ഡിസൈറബിൾ സച്ച് റെസ്പോൺസ് വിൽ ബി റിപ്പീറ്റഡ് എന്നുള്ളതാണ്. ഇഫ് ദ എക്സ്പീരിയൻസ് ഇൻ ദ ഫോം ഓഫ് റെസ്പോൺസ് ഈസ് ഡിസൈറബിൾ, ആഗ്രഹത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് റെസ്പോൺസിൽ നിന്നും കിട്ടുന്നതെങ്കിൽ സച്ച് റെസ്പോൺസ് വിൽ ബി റിപ്പീറ്റഡ്. ആ റെസ്പോൺസ് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം പറയുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ വരുന്ന പോയിന്റ്സിലൂടെ നമുക്ക് വ്യക്തമാവും. ഈ പോയിന്റ്സുകൾ നിങ്ങളോട് എടുത്തു പറയാൻ കാരണം എന്താണ്? ഇത് ഇങ്ങനെ തന്നെയാണ് നിങ്ങളോട് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ടാണ് ഈ സെന്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത്. ആ കോൺസെപ്റ്റിലേക്ക് പെട്ടെന്ന് പോകുന്നതിന് മുന്നേ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ സെന്റൻസുകൾ പരിചയപ്പെടാൻ വളരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
Okay, if the experience in the form of response is desirable, such a response will be repeated. When it repeats, it gets strengthened. അത് റിപ്പീറ്റ് ചെയ്ത് ആ പ്രവൃത്തി തന്നെ ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും, ശക്തിപ്പെടുകയും ചെയ്യും. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് ആ പ്രവൃത്തികൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അൺഡിസൈറബിൾ റെസ്പോൺസ് വിൽ നോട്ട് ബി റിപ്പീറ്റഡ്. അത് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നതെങ്കിൽ, ഈ സ്റ്റിമുലസിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് അൺഡിസൈറബിൾ ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് ഒരു പണിഷ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ റെസ്പോൺസ് ഉണ്ടാവില്ല, പിന്നീട് ഉണ്ടാവില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബിഹേവിയർ ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അത് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, പണിഷ്മെന്റ് എന്നുള്ള റെസ്പോൺസ് ആണ്. ആ പണിഷ്മെന്റ് എന്നുള്ള റെസ്പോൺസ് കാരണം കുട്ടികൾ എന്ത് ചെയ്യില്ല, അത് അൺഡിസൈറബിൾ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. ഇനി റിവാർഡ്സ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിലോ അത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കുട്ടിക്ക് കിട്ടുന്നത് എന്താണ്, ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. റിവാർഡ് ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. റിവാർഡ് ആണ് ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷൻ ആയിട്ട് ഈ തൊണ്ടൈക്കിന്റെ തിയറി പ്രകാരം പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേരെന്താണ്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേരെന്താണ്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. പൈനിയർ ആണ് കണക്ഷനിസവുമായി ബന്ധപ്പെട്ട്, പൈനിയർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ആ കണക്ഷനിസവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേരെന്താണ്, തിയറി ഓഫ് ട്രയൽ ആൻഡ് എറർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേര്. അക്കോർഡിംഗ് ടു ഹിം ദ വെരി ബേസിക് ഫോം ഓഫ് ലേണിംഗ് ഈസ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഏതാണ് ബേസിക് ഫോം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബേസിക് ഫോം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് എന്നുള്ള. ലേണിംഗ് ഒക്കേഴ്സ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ട്രയൽസ് എന്നുള്ളതാണ്. പഠനം നടക്കുന്നത് എങ്ങനെയാണ്, കുറെ തവണകൾ ട്രയൽ ചെയ്തിട്ടാണ്. ഓക്കെ, ട്രയൽ ഇൻക്രീസ് മീൻസ് എറർ ഡിക്രീസസ് എന്നുള്ളതാണ്. ആവർത്തിച്ച് പല ട്രയലുകളായി ചെയ്യുകയാണെങ്കിൽ തെറ്റുകൾ കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുന്ന പോലെ അല്ലെ. അപ്പോൾ ട്രയൽ ഇൻക്രീസസ് മീൻസ് എറർ ഡിക്രീസസ് എന്നുള്ളതാണ്. തെറ്റുകൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലേണിംഗ് ഒക്കേഴ്സ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ട്രയൽസ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേര് ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. ആ തിയറിയിലൂടെ ട്രയൽ ആൻഡ് എറർ ലേണിംഗിലൂടെയാണ് ബേസിക് ഫോം ഓഫ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, EL തൊണ്ടൈക്ക് പറയുന്നത്. ഈ കോൾഡ് റിപ്പിറ്റേഷൻ ആസ് ദ മദർ ഓഫ് ഓൾ ലേണിംഗ് എന്നുള്ളതാണ്. ആവർത്തനം നടത്തുക എന്നുള്ളതാണ് എല്ലാ പഠനത്തിന്റെയും മദർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഹി കോൾഡ് റിപ്പിറ്റേഷൻ ആസ് ദ മദർ ഓഫ് ഓൾ ലേണിംഗ്. ഓക്കെ, ത്രീ ലോസ് പെർട്ടൈനിങ് ടു ലേണിംഗ്. അതായത് ഇദ്ദേഹത്തിന്റെ തിയറി പ്രകാരം, ട്രയൽ ആൻഡ് എറർ തിയറി പ്രകാരം മറ്റ് മൂന്ന് നിയമങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ആ മൂന്ന് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്. അത് നമുക്ക് പ്രാധാന്യത്തോടു കൂടി പഠിക്കാനുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് വേറൊന്നും തന്നെയില്ല. അദ്ദേഹം നമുക്ക് 10ഓളം പ്രൊമിനന്റ് തിങ്കേഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 10 പേര് ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോട്ട് ചെയ്ത് വെക്കുക. EL തൊണ്ടൈക്കിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. കമ്പാരിറ്റീവ് സൈക്കോളജിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കണക്ഷനിസം തിയറിയുടെ പൈനിയർ ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് റീഇൻഫോഴ്സ്മെന്റ് തിയറിയിലും ബിഹേവിയർ അനാലിസിസിലും ഉണ്ട്. അതേപോലെ തന്നെ ഔട്ട്കം ഓഫ് റെസ്പോൺസ് സ്ട്രേറ്റൻ സ്റ്റിമുലസ് എന്നുള്ളതാണ് ഒപ്പീനിയൻ. ലേണിംഗ് ഈസ് ദ ഔട്ട്കം ആസ് ദ റെസ്പോൺസ് ടു സർട്ടൻ സ്റ്റിമുലസ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് ആണ്. റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻസിനെ ഉയർത്തും എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യിക്കും എന്നുള്ളതാണ്. ഡിസൈറബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അൺഡിസൈറബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ അല്ലെങ്കിൽ ആ റെസ്പോൺസ് റിപ്പീറ്റ് ചെയ്യില്ല, കുറയും, ഒഴിവാക്കും എന്നുള്ളതാണ്. നല്ല മോട്ടിവേഷൻ, ബെസ്റ്റ് മോട്ടിവേഷൻ ആയിട്ട് അറിയപ്പെടുന്ന ഏതിനെയാണ്, റിവാർഡ്സിനെയാണ് എന്നുള്ളതാണ്. മറ്റ് തിയറി, അദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ ലേണിംഗ് നടക്കുന്നത് ട്രയൽസിലൂടെയാണെന്നുള്ളതും, ഇനി കൂടുതൽ ട്രയൽസ് നടക്കുകയാണെങ്കിൽ അവിടെ എറർ വരാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ആണ് ഏറ്റവും നല്ല പഠനത്തിന്റെ മാർഗം, അല്ലെങ്കിൽ അതിന്റെ മദർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ EL തൊണ്ടൈക്കിന്റെ പ്രധാനപ്പെട്ട 3 തിയറീസിനെ കുറിച്ചാണ്, 3 ലോസിനെ കുറിച്ചാണ്. ഈ തിയറിയുമായി, ട്രയൽ ആൻഡ് എറർ തിയറിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ആ 3 നിയമങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യ മേഖലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ് എന്നുള്ളതും, തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ് എന്നുള്ളതും, തിയറി ഓഫ് ലേണിംഗ് എഫക്റ്റ് എന്നുള്ളതും. 3 തരം തിയറികളാണ്, ലേണിംഗ് തിയറി അല്ലെങ്കിൽ നിയമങ്ങളാണ് അദ്ദേഹത്തിന്റെ നിയമങ്ങൾ എടുത്തു പറയുന്നത്. ഏതൊക്കെയാണത്? തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ്, തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്, തിയറി ഓഫ് ലേണിംഗ്
എഫക്റ്റ് എന്നുള്ളതാണ്. ഒന്നാമത് തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ്. റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാം അല്ലെ, റെഡി ആവുക എന്ന് തന്നെയാണ് റെഡിനെസ്. ഈ തിയറി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തയ്യാറാവുക, അതിന് മനസ്സുണ്ടാവുക, അതിന് തയ്യാറാവുക എന്ന് തന്നെയാണ് ഇതിന് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ സെന്റൻസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഓർമ്മയിൽ നിലനിർത്തേണ്ടത്? എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഇവയിൽ നിന്നും വരുന്ന സെന്റൻസുകൾ എന്തൊക്കെയാണ്? ലേണിംഗ് ബിക്കംസ് ഫ്രൂട്ട്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ഓൺലി വെൻ ദ ലേണർ ഈസ് റെഡി ഫോർ ലേണിംഗ്. ആ ഒരു തിയറിക്ക് പറയുന്ന പേരെന്താണ്? തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ് എന്നുള്ളതാണ്. ലേണിംഗ് ബിക്കംസ് ഫ്രൂട്ട്ഫുൾ ആൻഡ് സക്സസ്ഫുൾ ഓൺലി വെൻ ദ ലേണർ ഈസ് റെഡി ഫോർ ലേണിംഗ്. നിങ്ങൾക്കറിയാം അല്ലെ, readiness is a mental requirement. Readiness is a mental requirement and preparation to adapt a new behavior. Okay, and preparation to adapt a new behavior. ഒരു പുതിയ ബിഹേവിയറുമായി അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണെന്ന് പറയുന്നത്, കഴിവിനെയാണ് മെന്റൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഈ മെന്റൽ റിക്വയർമെന്റ് ആണ് എന്ന് പറയുന്നത് റെഡിനെസ് എന്ന് പറയുന്നത്. ഈ റെഡിനെസ് ആണ് ഇതിൽ പറയുന്നത് ഇ.എൽ. തൊണ്ടൈക്കിന്റെ 3 നിയമങ്ങളിൽ വരുന്ന ഒന്നാമത്തെ നിയമത്തിൽ എടുത്തു പറയുന്നത്. ഓക്കെ, readiness is a mental requirement and preparation to adapt a new behavior. Higher the amount of learning readiness, higher the learning outcome. കൂടുതൽ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്കംസ് ഉണ്ടാവും അല്ലെ. നമ്മൾ പഠനം കൂടുതൽ നടക്കും. നമുക്ക് കൂടുതൽ പഠിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠനം കൂടുതൽ നടക്കും. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ പഠിക്കാൻ തയ്യാറാണെന്നുള്ള മനോഭാവം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കൂടുതൽ ഔട്ട്കം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പഠനം കൂടുതൽ നടക്കും എന്നുള്ളതാണ്. lesser the amount of readiness means lesser learning outcome. He says you can bring a horse, ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുന്നത്. He says you can bring a horse to the water but you cannot make the horse drink water. ഓക്കെ, ഒരു അരുവിയുടെ തൊട്ടടുത്തേക്ക് അല്ലെങ്കിൽ പുഴയുടെ അടുത്തേക്ക് വെള്ളത്തിന്റെ അടുത്തേക്ക് കുതിരയെ എത്തിക്കാൻ കഴിയും, പക്ഷെ വെള്ളം കുടിക്കണോ വേണ്ടേ എന്നുള്ളത് കുതിര തന്നെ തീരുമാനിക്കണം അല്ലെ. അപ്പോൾ അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. A teacher can make the student ready for learning by way of motivation, rewards, elimination, wrong notions already in the learner, creating conducive classroom environment, igniting eagerness in students by way of novel teaching approaches. Okay, എന്താണ്? മോട്ടിവേഷൻ നൽകിക്കൊണ്ട്, റിവാർഡ്സുകൾ നൽകിക്കൊണ്ട്, റോങ് ആയിട്ടുള്ള നോഷൻസ്, ഓൾറെഡി കുട്ടികളിലുള്ള റോങ് ആയിട്ടുള്ള നോഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട്, ക്രിയേറ്റ് കണ്ടക്റ്റീവ് ക്ലാസ് റൂം, ഉചിതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെന്റ് സെറ്റ് ചെയ്തുകൊണ്ട്, കുട്ടികളുടെ മനോഭാവത്തെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡിൽ, അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മെത്തേഡിൽ, അല്ലെങ്കിൽ ഒരു കഥ പറയുന്ന പോലുള്ള ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിലൂടെ എടുത്ത് പറയുന്നത്. ഇത് റെഡിനെസ് എന്നുള്ള ഒരു ഭാഗത്തു നിന്നും വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, റെഡിനെസ് എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. രണ്ടാമത്തെ തിയറിക്ക് പറയുന്ന പേരെന്താണ്? തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ് എന്നുള്ളതാണ്. തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്. എന്താണ് തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ് എന്ന് പറയുന്നത്? ദിസ് ലോ സേസ് ദാറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഗെറ്റ്സ് സ്ട്രെങ്തൻഡ് വിത്ത് പ്രാക്ടീസ് എന്നുള്ളതാണ്. And the same will be get weakened when practice is discontinued. So exercise and practice is important for learning എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? strengthen with practice എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ, അവ തമ്മിലുള്ള കണക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് നടക്കണം എന്നുള്ളതാണ്. അതിനെയാണ് എക്സസൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. പ്രാക്ടീസ് നടക്കണം എന്നുള്ള, അങ്ങനെയാണെങ്കിൽ അത് ശക്തിപ്പെടുത്തുകയുള്ളൂ. ഇനി അത് നേരെ തിരിച്ചാണല്ലോ, പ്രാക്ടീസ് നടക്കാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? weakened when practice is discontinued എന്നുള്ളതാണ്. and the same will be get weakened when practice is discontinued എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ പ്രാക്ടീസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? സ്ട്രെങ്തൻ ചെയ്യപ്പെടും. സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം സ്ട്രെങ്തൻ ചെയ്യപ്പെടും. മറ്റേത് അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടും. അത് അവ തമ്മിലുള്ള ബന്ധം ഇല്ലാതായി മാറും അല്ലെ. ആ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം ഇല്ലാതായി പോകും, ഒഴിവായി പോകും എന്നുള്ളതാണ്. ഓക്കെ, കാലക്രമേണ അതെന്ത് ചെയ്യും? ഇല്ലാതായി പോകും. അപ്പൊ ഇതിനൊരു എക്സസൈസ് നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ ഈ ഒരു തിയറി പ്രകാരം നമ്മളോട് എടുത്തു പറയുന്ന ഒരു കാര്യം. ഓക്കെ, അങ്ങനെയാവുമ്പോൾ തിയറി ഓഫ് ലേണിംഗ് എക്സസൈസിൽ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട്. സബ് നിയമങ്ങൾ കൂടി, സബ് ലോസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ തിയറി ഓഫ് ലേണിംഗ് എക്സസൈസിൽ ആരുടേതാണ്? എ.എൽ. തൊണ്ടൈക്കിന്റെ എക്സസൈസിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. അതിൽ രണ്ടെണ്ണം ഏതൊക്കെയാണ്? ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് എന്നുള്ളതാണ്. എന്താണ് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് എന്നുള്ളതാണ്. എന്താണ് ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a modifiable connection is made between and situation and response. Made between situation and response. When a modifiable connection is made between situation and response, that connection strength is
other things being equal increased, this is law of use എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇതിൽ നിന്നും എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്? എന്നാൽ ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, എന്താണ് ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? when a modifiable connection is made between an situation and response, that connection strength is other thing being equal increased, this is law of use. എന്നാൽ ഡിസ്യൂസ് എന്ന് പറയുമ്പോൾ law of use എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. when a practice is continued over a period and got desirable outcome, that practice will be strengthened if there is no modifiable connection between a situation and response during the length of time that connection strength is decreased. This is called law of disuse എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് law of disuse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഉദാഹരണം നോക്കുക. if a student does not practice a particular behavior for a long time, that connection strength will be reduced എന്നുള്ളതാണ്. ഓക്കെ, if a student does not practice a particular behavior, ഒരു പ്രത്യേക പ്രവൃത്തി ആ കുട്ടി ലൈഫ് ലോങ് ആയിട്ട് അല്ലെങ്കിൽ കുറെ ലോങ് ടൈം ആയിട്ട് അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, ആ ഒരു പ്രാക്ടീസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ കണക്ഷൻ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതിനെയാണ് അപ്പോൾ ആ ഒരു റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ വരുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് ഡിസ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഡിസ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഫ് യു മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഇഫ് യു ഡു നോട്ട് സ്റ്റാർട്ട് എ മോട്ടോർ സൈക്കിൾ ഫോർ എ ലോങ് ടൈം and suddenly one day trying to start it, the chance of getting it started is relative less because there was no connection over a long time എന്നുള്ളതാണ്. ഒരു ബൈക്ക്, മോട്ടോർ സൈക്കിൾ നമ്മൾ കാലങ്ങളായിട്ട് ഒരു 2-3 വർഷമായിട്ട് അത് ഉപയോഗിക്കാതെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? ചിലപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് സ്റ്റാർട്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? അത് ഉപയോഗിക്കാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. അതിനെയാണെന്ന് പറയുന്നത് ഡിസ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിമുലസ് റെസ്പോൺസിനിടയിൽ വരുന്ന ആ ഒരു പ്രവൃത്തിയെ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ ആ ഉപയോഗിക്കുന്നില്ലാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് ഡിസ്യൂസ് എന്ന് പറയുന്നത്. എന്നാൽ അവയെ കറക്റ്റ് ആയിട്ട് ഓരോ സമയങ്ങളിൽ ഇന്റർവെല്ലുകളായിട്ട് യഥാക്രമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ യൂസ് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a modifiable connection is made between an situation and response, that connection strength is other things being equal increased, this is law of use എന്നുള്ളതാണ്. ഇനി when a practice is continued over a period and got desirable outcome, that practice will be strengthened if there is no modifiable connection between situation and response during the length of the time that connections connections strength is decreased, this law called disuse എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസുകൾ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഡിസ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ കിടക്കുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഡിസ്യൂസ് എന്ന് പറയുന്ന സ്റ്റിമുലസ് റെസ്പോൺസിനിടയിൽ വരുന്ന ആ കണക്ഷൻ ഫാക്ടറിനെ ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ ഉള്ളതിനെയാണെന്ന് പറയുന്നത് ഡിസ്യൂസ് എന്ന് പറയുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രവൃത്തിയെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താണ്? യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹത്തെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ പ്രകടനങ്ങളെ സ്നേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ സ്നേഹമുണ്ട്, എന്നാൽ ഔട്ട്കംസ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രകടനങ്ങളൊന്നും കാണിക്കുന്നില്ല എങ്കിൽ അത് ഡിസ്യൂസ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി അവ തമ്മിലുള്ള ബന്ധം, കണക്ഷൻ ഒഴിവായി പോകുന്ന തരത്തിലേക്ക് പോകും. മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവ തമ്മിലുള്ള കണക്ഷൻസ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുന്നതാണ് അത് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്നുള്ളതിന്റെ. അപ്പോൾ രണ്ടാമത്തെ തിയറിയാണ് ഇതെന്ന് പറയുന്നത് തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്. മൂന്നാമത്തെ തിയറി നോക്കൂ, ലോ ഓഫ് എഫക്റ്റ് എന്നുള്ളത്. 3 തിയറിയാണ്. ഏതൊക്കെയാണ് 3 തിയറിയിൽ വരുന്നത്? ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് എന്താണ്? തിയറി ഓഫ് ലേണിംഗ് റെഡിനെസ്. രണ്ടാമത്തെ എന്താണ്? തിയറി ഓഫ് ലേണിംഗ് എക്സസൈസ്. തിയറി ഓഫ് ലേണിംഗ് എക്സസൈസിൽ 2 ലോ നിയമങ്ങൾ, മറ്റൊരു ലോ നിയമങ്ങൾ എടുത്ത് പറയുന്നത് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറയും. മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ലോ ഓഫ് എഫക്റ്റ്. എന്താണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? when a student completes all his assignments in time, the teacher praised him. Okay, when a student completes all his assignment in time, അത് യഥാസമയത്ത് തന്നെ ഒരു കുട്ടി ആ കുട്ടിയുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്താൽ ടീച്ചർ എന്ത് ചെയ്യുന്നു? അഭിസംബോധന അല്ലെങ്കിൽ മീൻസ് ടീച്ചർ എന്ത് ചെയ്യുന്നു? ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചറിനെ പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് ചെയ്യുന്നു അല്ലെ?
പിന്നെ അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് സംസാരങ്ങൾ പോകുന്നു. ഫോർ ദി സ്റ്റുഡൻസ് ഇറ്റ് ഈസ് എ ഡിസൈറബിൾ സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഈ ഒരു പ്രവൃത്തി, ഈ പ്രൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, പിന്നെ ഈ ടീച്ചർ ഈ കുട്ടിയെ പിന്നെ പ്രൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താണ്, പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഡിസൈറബിൾ ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈങ് ആണ്. സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ്സ് ഓഫ് അഫയേഴ്സ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ച് സാറ്റിസ്ഫൈങ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണ്. സോ കംപ്ലീറ്റിംഗ് സിമിലർ അതർ ടാസ്ക് ഇൻ ദ ക്ലാസ് റൂം വിൽ ബി റിപ്പീറ്റഡ്. ആ ക്ലാസ് റൂമിൽ തന്നെ മറ്റു ടീച്ചേഴ്സ് വരുന്ന ക്ലാസ് റൂമുകളിലൊക്കെ ഈ സംഭവങ്ങൾ എന്ത് ചെയ്യും, കുട്ടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മളിപ്പം ഒരു കുട്ടി അസൈൻമെന്റ് കറക്റ്റ് ടൈമിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള റിവാർഡ്സുകളോ മറ്റു കാര്യങ്ങൾ, എന്തെങ്കിലും പ്രൈസുകളോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി പിന്നീടും ആ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. when one touch a burning, മറ്റൊരു രീതിയിൽ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എന്താണ്, when one touch a burning candle he gets burned his finger. This is an annoying state of experience or not satisfying, means the effect of that experience is dissatisfying or undesirable, so that chance of getting it is repeated in is getting decrease or say nil എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, എന്താണ് പറയുന്നത്, കൈ പൊള്ളുന്ന സമയത്ത് ആ ഒരു പ്രവൃത്തി പിന്നീട് ആവർത്തിക്കാതിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ പ്രവൃത്തി ഈ ഒരു സംഭവം ആ വ്യക്തിക്ക് കിട്ടിയ കൈ പൊള്ളുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിസ്സാറ്റിസ്ഫൈങ് ആണ് അല്ലെങ്കിൽ അനോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് അല്ലെ. ഡിസ്സാറ്റിസ്ഫൈങ് അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി ആണ്, മറ്റേത് എന്താണ്, സാറ്റിസ്ഫാക്ടറി ആണ്. ഇത് അൺസാറ്റിസ്ഫാക്ടറി ആണ്. അപ്പോൾ അൺസാറ്റിസ്ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആവർത്തിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല, പിന്നീട് ഒരിക്കലും അത് സംഭവിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എഫക്റ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പോൾ റിവാർഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആവർത്തിച്ചു വരുന്നു, പണിഷ്മെന്റ് എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ അത് ഇല്ലാതാവുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ലോ ഓഫ് എഫക്റ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. സോ എന്താണ് പറയുന്നത്, when the connection is accompanied for followed by an annoying state of affairs its strength is decreased എന്നുള്ളതാണ്. എന്താണ് ഇതിൽ പറയുന്നത് എന്താണ്, when that connection is accompanied for followed by an annoying state of affairs its strength is decreased അല്ലേ. അപ്പോൾ ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷം ലഭിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ പണിഷ്മെന്റ് പോലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി പിന്നീട് ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുന്നു അല്ലെങ്കിൽ ആ പ്രവൃത്തി തീരെ ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ലോ ഓഫ് എഫക്റ്റിൽ രണ്ട് കാര്യമാണ് എടുത്തു പറയുന്നത്. പിന്നെ സ്റ്റുഡന്റ് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്ത് അധ്യാപകർ പ്രൈസ് ചെയ്യുമ്പോൾ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്മാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ന് പറയുന്നത് when modifiable connection between the stimulus and the response is made and is accompanied followed by a satisfying state by affairs that connection's strength is increased. പിന്നെ രണ്ടാമത്തെ ഇതിൽ എന്താ പറയുന്നത്, when that connection is accompanied followed by an annoying state of affairs its strength is decreased എന്നാണ്. അപ്പോൾ ലോ ഓഫ് എഫക്റ്റിൽ എടുത്തു പറയുന്ന ഒന്നെന്താണ്, പിന്നെ അനുയോജ്യമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ എന്താണ് അതിന് പറയുന്ന അവിടെ മറ്റൊരു വേർഡ് എന്താണ്, പിന്നെ മറ്റൊരു വേർഡ് എന്താണ്, സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള പിന്നെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആക്ഷൻസ് ആണ്, ഒരു പ്രവൃത്തികളാണ്, അതിന്റെ റിസൾട്ട് ആണ് കുട്ടിക്ക് ലഭിക്കുന്നതെങ്കിൽ ആ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് തീരെ ഇല്ലാതാവാനുള്ള സാധ്യതയും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇനി അവസാനമായിട്ട് EL തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്സ് എന്ന് പറയുന്നതാണ് EL തൊണ്ടയ്ക്കിന്റെ മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഈ പുസ്തകങ്ങളെ കുറിച്ച് കൂടി, ഈ പുസ്തകം ആരുടേതാണെന്നുള്ളത് നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇവയിൽ നിന്നും കൂടി ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പുസ്തകം എന്ന് പറയുന്നത്, ആനിമൽ ഇന്റലിജൻസ് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്, EL തൊണ്ടയ്ക്കിൻ്റെതാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന EL തൊണ്ടയ്ക്കിൻ്റെതാണ്. എലമെന്റ്സ് ഓഫ് സൈക്കോളജി, മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്, ഹ്യൂമൻ ലേണിംഗ്, ഫണ്ടമെന്റൽസ് ഓഫ് ലേണിംഗ്, ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് EL തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകളായിട്ടുള്ളത്. അപ്പോൾ EL തൊണ്ടയ്ക്കിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക. EL തൊണ്ടയ്ക്കിന്റെ 3 നിയമങ്ങൾ ഏതൊക്കെയാണ്, റെഡിനെസ്, എക്സസൈസ്, എഫക്റ്റ് ആണ് എന്നുള്ളത്. ഈ റെഡിനെസ്സും എക്സസൈസും എഫക്റ്റിലും വരുന്ന പ്രധാനപ്പെട്ട മറ്റു നിയമങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് പഠിക്കുക. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ തിയറിക്ക് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് തിയറി ഓഫ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ആ തിയറി ഓഫ് ട്രയൽ ആൻഡ് എററിനെ തന്നെയാണ് ഈ ലോകളിലൂടെ, നിയമങ്ങളിലൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? EL തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് 9ഓളം പ്രൊമിനന്റ് തിങ്കേഴ്സിനെ അല്ലെങ്കിൽ പ്രൊമിനന്റ് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആരൊക്കെയാണ് ഈ 9 മറ്റു 9 പ്രൊമിനന്റ് തിങ്കേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, BF സ്കിന്നർ, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, ലീവ് വൈഗോട്സ്കി, ജോൺ ഡ്യൂയി, നോം ചോംസ്കി, റോബർട്ട് എം ഗാഗ്നെ, എറിക് എറിക്സൺ. ഇത്രയും പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക, പഠിക്കുക, ആവർത്തിച്ച് വായിക്കുക, അല്ലെങ്കിൽ ആവർത്തിച്ച് ഓർമ്മയിലേക്ക് പേരുകൾ കൊണ്ടുവരിക. ഇവയുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചെടുക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുകളുടെ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കൂടി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എക്സാംസും നമുക്ക് നടത്താം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.